ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വാട്ടൈ കുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു ദിവസം എന്തെല്ലാം കുക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. നല്ല നല്ല റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യൽ ഉച്ചക്കാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലില്ല. നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഉച്ചയാവും. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എന്നാണ് സ്റ്റാർട്ടാവൽ. ഇന്ന് ചെമ്മീൻ ഉണ്ടായിരുന്നു, നല്ല ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് നല്ല ബിരിയാണി ആക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ വലിയ ചെമ്മീനെല്ലാം കിട്ടുമ്പോൾ ഞാൻ അധികം ബിരിയാണി തന്നെ ആക്കൽ. ഇങ്ങനത്തെ വലിയ ചെമ്മീൻ ബിരിയാണി ആക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. ചെമ്മീൻ നല്ല ചെമ്മീൻ കിട്ടലുണ്ടായിട്ടാണ്. ഇപ്പോൾ ഓഫറിലെന്തോ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് ആ ചെമ്മീനെല്ലാം നല്ലപോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലവർ എന്തായാലും ഇടണം കേട്ടോ. എന്നാലും നല്ല ക്രിസ്പി ആയിട്ടില്ലേ. നമുക്ക് മസാലയെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ കോൺഫ്ലവർ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ. ഇനിയിപ്പോൾ ഇതാ സവാളയെല്ലാം എടുത്തിട്ടൊന്ന് ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ ഏറ്റവും മടിയുള്ള കാര്യം. എനിക്കിങ്ങനെ സവാള കട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമേ അല്ല. എങ്ങനെയല്ലോ കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഒരു മടി പിടിച്ച പോലെയെല്ലാം. ഇന്ന് ഞാൻ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത്, നമ്മൾ മസാല എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കുന്ന ടൈമിലില്ലേ, ഉള്ളി നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ നല്ല രസമാണ് കേട്ടോ. മസാല ആക്കി കഴിക്കുമ്പോൾ അധികം തടിയിൽ കട്ട് ചെയ്തെടുത്താലല്ലേ ആ മസാലൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല. നമുക്ക് എത്രയാണോ തിന്നാക്കാൻ പറ്റുന്നത് അത്രയും തിന്നാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അധികം ക്വാണ്ടിറ്റിയിൽ ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. നമുക്കിങ്ങനെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്യാൻ അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നും വേണ്ടല്ലോ ഓയിൽ. നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല പോലെ മൊരിയിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഫിഷെല്ലാം ഫ്രൈ ചെയ്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിലില്ലേ മാക്സിമം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതാ ചെമ്മീനെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനൊരു പാനിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയ ഓയിലില്ലേ അത് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക. ഈ സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കുന്നതായാലും ചിക്കനെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ടാകുന്ന ഓയിലില്ലേ അതിൽ തന്നെ ഉണ്ടാക്കിയാലില്ലേ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാളൻ്റെ കളറെല്ലാം ഒന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതാ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്.
ബിരിയാണിക്കെല്ലാം മസാല ഉണ്ടാക്കുന്ന ടൈമിലില്ലേ സവാളയാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. ഈ തക്കാളി നല്ലോണം നമുക്ക് കൂടുതൽ ഇട്ടാലില്ലേ ഒരു മധുരം പോലെ ആവും, ഇങ്ങനെ മസാലയ്ക്ക് ഒരു മധുരം വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി മാത്രം എടുത്താൽ മതി കേട്ടോ. നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രം തക്കാളി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. തക്കാളിയിൽ നല്ലപോലെ ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണലൊന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചെമ്മീൻ മസാല റെഡി ആയിട്ടാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. ഇനി അടച്ച് വെച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് കേട്ടോ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക. സ്പൈസസ് എല്ലാം നല്ലപോലെ ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നുള്ളത്. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ആ റൈസെല്ലാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. 2 വിസിൽ മാത്രം മതി, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റൈസ് വെന്ത് കിട്ടും. റൈസെല്ലാം വെന്തതിന് ശേഷമില്ലേ നമുക്ക് ഈ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ റൈസിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. പകുതി റൈസ് ഇട്ടതിന് ശേഷം നേരത്തെ കുറച്ച് മാറ്റി വെച്ച മസാലയില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആ റൈസിലേക്ക് ഈ ചെമ്മീൻ്റെ എല്ലാം ഫ്ലേവർ വന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഫുഡ് കളർ ഇടുന്നതിനെക്കാട്ടും ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ നല്ലപോലെ ദമ്മായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ എന്താ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ ബിരിയാണി റെഡിയായി.
ഇനി ഞാൻ ഈവനിങ് ആകുമ്പോൾ ചായക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്ന ഇന്ന് പരിപ്പട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പില്ലേ നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. ഒരു മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ പരിപ്പട ഉണ്ടാക്കുന്ന പരിപ്പില്ലേ അത് തന്നെ എടുക്കുക. അതാ കുറച്ച് കട്ടിയിലുണ്ടായ ഒരു പരിപ്പ് തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. അങ്ങനെ ആ പരിപ്പെല്ലാം അരച്ചത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല പോലെ അരച്ചെടുക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു ക്രിസ്പി ഒരു കടിക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ കുറച്ച് ഇത് മുഴുവനായിട്ടുള്ള പരിപ്പില്ലേ അതും കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വട എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ പണ്ടെല്ലാം ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ട് ചായൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ കഴിക്കലുണ്ടായ ഇങ്ങനെ പരിപ്പ് വടയാണ്. പിന്നെ അങ്ങനെ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഈ പരിപ്പിലേക്കില്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ചെറിയൊരു കഷ്ണം സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലില്ലേ ഒട്ടും വെള്ളം ചേർക്കാനേ പാടില്ല. വെള്ളം ചേർക്കാതെ തന്നെ അതിൻ്റെ തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പരിപ്പടേൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നല്ല പോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർ നല്ല പോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് തടിയിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ നല്ല പോലെ പരത്തിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേഗം വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യണ്ട, കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേഗം കുക്കായിട്ട് കിട്ടുന്നതായിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് വടയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ ചെറുങ്ങനെ ഒന്ന് വിശക്കാൻ തുടങ്ങും. ആ ടൈമിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കല. ഇടയ്ക്കെല്ലാം ഓട്സ് ഉണ്ടാക്കി കഴിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ അങ്ങനത്തെ ഓട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊടുക്കല. ഇന്ന് പിന്നെ മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. മാഗി എപ്പോഴെങ്കിലേ വാങ്ങും, അങ്ങനെ ഡെയിലി കഴിക്കാത്തൊരു ഐറ്റമാണ്. പിന്നെ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡെയിലി ഒന്നും കൊടുക്കില്ല, എപ്പോഴെങ്കിലും മാത്രം ഇങ്ങനെ മാഗി ഉണ്ടാക്കാൻ ഇങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്. ആ ടൈമിൽ മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടാക്കി കഴിക്കല. പിന്നെ ഞാൻ മാഗി ഉണ്ടാക്കുമ്പോൾ അധികം മസാലയോ അങ്ങനെയൊന്നും ചേർത്തിട്ടൊന്നും ഉണ്ടാക്കില്ല. നോർമൽ അതിൻ്റെ ആ പൊടിയും സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം കഴിക്കാൻ, ഇങ്ങനെ നോർമലായിട്ട് അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കുന്നത്. പിന്നെ കുറേ ആൾ ഇങ്ങനെ മസാലയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടാവലുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തതിനോട് വലിയ ഇഷ്ടമില്ല. ഞാനിങ്ങനെ നോർമലായിട്ട് തന്നെ മാഗി ഉണ്ടാക്കി കഴിക്കൽ. ഇപ്പോൾ ഇതൊരു ചിക്കൻ ഫ്ലേവർ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഐറ്റമായിരിക്കും. പക്ഷേ ഇതിന് കളറൊന്നും ഉണ്ടായിട്ടാ ഇങ്ങനെ വൈറ്റ് കളറാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. സ്പൈസി അല്ല ഐറ്റം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും മാഗി വാങ്ങൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുഞ്ഞുണ്ടാകുമ്പോഴേ എനിക്ക് മാഗി നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുട്ടികളായതിന് ശേഷമില്ലേ ഞാൻ വാങ്ങൽ തന്നെ അധികം കുറഞ്ഞു. കാരണം അത്ര ഹെൽത്തി അല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ടൈമിൽ അവർ എന്തായാലും വന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങലേ കുറവാണ്. എനിക്ക് കഴിക്കുകയാണെങ്കിൽ അവർ കാണാതെ കഴിക്കേണ്ട അവസ്ഥ ആ ഒരു ടൈമിൽ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇനി ഡിന്നർ ഉണ്ടാക്കുന്ന പുട്ടുണ്ടാക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല ബാക്കി ഉണ്ടായിന്. അപ്പോൾ പിന്നെ അത് കളയണ്ടാലോ വിചാരിച്ച് ഇന്നൊന്ന് ചിക്കൻ പുട്ടുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച്. ഇങ്ങനെ പുട്ടിലേക്ക് ഫില്ലിങ് ചെയ്തിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന കാണലുണ്ട്. ഇങ്ങനെ ഫിഷും
ചിക്കന് ബീഫെല്ലാം. അപ്പോൾ പിന്നെ മസാല നമ്മൾ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ, ഞാൻ ചിക്കൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇതാ പുട്ടൊന്ന് നനച്ച് വെക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈസ്റ്റൻ്റെ പുട്ട് കൂടിയാണ് എടുക്കൽ, പുട്ട് ചൂടാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന പുട്ട് തന്നെ അധികം യൂസ് ചെയ്യൽ. ഇവിടെ എല്ലാവർക്കും പുട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലും കഴിക്കും ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ. ഞാനിപ്പോൾ ഇതാ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഫില്ലിങ്ങെല്ലാം വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെ ഇത് ബോൺലെസ് ചിക്കൻ്റെ മസാലയാണ് ഉണ്ടായത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമായില്ലേ കഴിക്കാനും വേണ്ടിയിട്ടും. ഇങ്ങനെ ചിരട്ട പുട്ട് പോലത്തെ ആ ഷേപ്പിലുള്ള പുട്ടുകുറ്റിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ആദ്യം കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പുട്ടുപൊടി ഇട്ടിട്ട് ഇടയിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും പുട്ടുപൊടി ഇട്ടിട്ട് അങ്ങനെ ഒരു ഫില്ലാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഞാനിത് കുറേ വീഡിയോസിലും ഫോട്ടോസിലെല്ലാം കാണലുണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത പുട്ട്. ആ ടൈമിലെല്ലാം കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിന്. ചെമ്മീൻ പുട്ട് എന്നെല്ലാം പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വൈറലായ ഒരു റീലിലെല്ലാം കണ്ടിട്ടുണ്ടായിന്. ഇടയ്ക്ക് അതെല്ലാം ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കലല്ലാതെ ഉണ്ടാക്കലേ ഉണ്ടായിട്ടാ. ഇപ്പോൾ പെട്ടെന്നാണ് കേട്ടോ ഇങ്ങനെ മസാല ബാക്കി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് സാധാരണ പുട്ടുണ്ടാക്കി അതിലേക്ക് കഴിക്കാനാണ്. പക്ഷെ അങ്ങനെ കഴിച്ചാൽ ഒരു കോംബോ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആക്കി കഴിച്ചപ്പോൾ. പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരല്ലേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ പിന്നെ കറികളായിട്ട് വേറെ ഒന്നും വേണ്ട, ഇതന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും എന്തായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഇത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസെല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് വന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.